പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സബ് ഓഫീസ് മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൂടുതൽ സബ് ഓഫീസുകൾ തുടങ്ങും. മാവേലിക്കര സബ് ഓഫീസ് തുറന്നത് അതിന്റെ ആദ്യപടിയാണെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ തൊഴിലും വരുമാനവും ആർജിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മാറ്റും. വായ്പ നൽകുന്ന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള സൗകര്യമൊരുക്കും. ഇതിനായി 10 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. ആൺകുട്ടികൾക്ക് 4% പലിശയും പെൺകുട്ടികൾക്ക് 3.5% പലിശയുമാണ് ധനസഹായം നൽകുന്നത്. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 2 വിദ്യാർത്ഥികളെ വിദേശ സർവകലാശാലകളിൽ പഠനത്തിന് അയക്കാനായി. ഈ വർഷം അർഹരായ 10 വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും നമ്മുടെ കോർപ്പറേഷൻ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാനുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് റീപേയ്മെൻ്റൊക്കെ കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ലോൺ കൊടുക്കാനും അത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആളുകൾക്ക് തന്നെ കൊടുക്കുകയാണ്. കൂടുതൽ തൊഴിലും വരുമാനവും ആർജിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റി തീർക്കണം. ഇപ്പം നമ്മൾ തീരുമാനിച്ചു നമ്മുടെ കുട്ടികൾക്ക് വിദേശ പഠനത്തിന് വേണ്ടി പോകാൻ വേണ്ടി കഴിയും. ഇപ്പോൾ പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ 2 വർഷം കൊണ്ട് 425 കുട്ടികളെയാണ് വിദേശ സർവകലാശാലയിൽ വിട്ടുപഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഈ വർഷത്തെ സെപ്റ്റംബറിലെ ഇൻടേക്കും അതുപോലെ തന്നെ ജനുവരിയും കൂടി വരുമ്പോൾ ഒരു 310 കുട്ടികൾ കൂടി വരും. അപ്പോൾ ഏകദേശം 700-ലധികം കുട്ടികളാണ് SC ST പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കുന്നത്. അപ്പം അതിൽ പ്രത്യേകിച്ചും കൺവെർട്ടഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും വിദേശത്ത് പോയി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കൺവെർട്ടഡ് ക്രിസ്ത്യൻ കോർപ്പറേഷൻ ഒരു തീരുമാനമെടുത്തു. ഈ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ പലിശയ്ക്ക് വിദേശ പഠനത്തിന് വേണ്ടിയുള്ള സഹായം ചെയ്യാം. 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് 4% പലിശ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 3.5%. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ എല്ലാ കേന്ദ്ര ധനകാര്യ വികസന കോർപ്പറേഷനുകളിലെയും ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചു. അവർ തന്നെ 4% ആക്കുകയാണ്. അപ്പോൾ നമുക്ക് 3% കൊടുക്കാൻ പറ്റുമോ? പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക. അങ്ങനെ ഒരു ഗതികേടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകിയിരുന്നത് അത് കട്ട് ചെയ്തു. 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള തീരുമാനം ഈ കഴിഞ്ഞ വർഷം എടുത്തു.